ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ചോറുണ്ട്, കണ്ടില്ലേ? ചോറ് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ നോമ്പെടുത്ത കാരണം ഒരാൾക്ക് രണ്ടാൾക്ക് കഴിക്കുന്ന മാതിരി കുറച്ച് ചോറ് വേണം. അതിന് കറിയായിട്ടൊന്നുമില്ല. കത്തണ്ട കാക്കയെ ഞാൻ റെക്കോർഡ് ചെയ്യാണ്. പിന്നെ അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കാട്ടിത്തരാം. ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് കേട്ടോ. എന്നിട്ട് ചെറിയ ഉള്ളി വന്നിട്ട് നീളത്തിൽ അരിഞ്ഞാണ് കേട്ടോ. കുറച്ച് നിറയെ തന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഇതൊരളവിന് വഴണ്ട് വന്ന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് കേട്ടോ, അതും പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചോറ് ഇതിലിട്ട് എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതിന് പിന്നെ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഇതേമാതിരിയൊക്കെ ചെയ്തു പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കും. എന്നിട്ട് ഇതിൽ കൂടെ അച്ചാറോ ഉരുളക്കിഴങ്ങ് വറുത്തതോ ഒക്കെ വെച്ച് കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ.